ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അനൂസ് മീഡിയാസ്. നമുക്കിന്ന് പപ്പായ കൊണ്ടൊരു നാടൻ സ്റ്റൈലിലൊരു മോരുകറി തയ്യാറാക്കി നോക്കിയാലോ. ലഞ്ചിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ കറിയാണിത്. ഈ ഒരു കറി മാത്രം മതി നമുക്കൊരു പറ ചോറുണ്ണാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിനായി ഞാനിവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് നടുമുറിച്ച് അതിൻ്റെ പകുതി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് ഇതുപോലെ തോലെല്ലാം ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം എടുക്കാൻ. അതായത് നല്ല തിന്നായിട്ടും അല്ല, എന്നാൽ നല്ല കട്ടിയായിട്ടുമല്ല, ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. ഞാൻ കണ്ടോ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അധികം കട്ടിയൊന്നുമില്ല, എന്നാലോ നല്ല തിന്നായിട്ടുമല്ല. ഞാൻ ആ പപ്പായയുടെ പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് വരാം. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനിതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പപ്പായയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കുക്കറിൽ വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. അതിനായി ഒരു 1/4 മുറിയുടെ 3/4 ഭാഗം തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2-3 പച്ചമുളകും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു 4-5 ചെറിയുള്ളിയും എടുക്കാം. ചെറിയ ചെറുള്ളിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 4-5 എണ്ണം എടുക്കാം. വലുതാണെങ്കിൽ 3 എണ്ണം മതി. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം ചെറിയ ജീരകം, അതായത് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ മോര് കറിക്ക്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങയിലേക്ക് ഒരു 1/4 കപ്പ് തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് ഇത് അരച്ചെടുക്കുന്നത്. ഈ തൈര് മാത്രം മതി ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ. ഒരു 1/4 കപ്പ് തൈര് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതായത് ഒന്നൊന്ന് അരച്ചെടുത്തിട്ട് ഒരു 2 സെക്കൻഡ് കൊണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിതൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി തൈരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. 3/4 കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അധികം പുളിയൊന്നുമില്ലാത്ത തൈരാണിത്. ഇപ്പോൾ ഞാനിത് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതാ ഒരു 3/4 കപ്പോളം തേങ്ങയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഈ സമയം കൊണ്ട് തന്നെ കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് എയർ പോവാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എയറെല്ലാം പോയിട്ടുണ്ട്. കണ്ടോ, പപ്പായ എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒട്ടും ഉടഞ്ഞു പോവാതെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഒരു വിസിൽ തന്നെ മതി ഇട്ടോ പപ്പായ വേവാൻ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗവിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല. ഇപ്പം തന്നെ സ്റ്റൗ ഓൺ ചെയ്യേണ്ടതില്ല. ഇനി നമുക്ക് ഈ അരപ്പും പപ്പായയും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കണ്ടോ, നല്ല തിക്കായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. മോരുകറി അത്യാവശ്യം തിക്കോട് കൂടി ഇരിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പോൾ ഞാൻ നല്ലതുപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ അത്യാവശ്യം നല്ല തിക്കോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ അത് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. തൈരായതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോവാതിരിക്കാനാണ് ഒന്ന് ചൂടാക്കിയെടുക്കുന്നത്. കൈ വിടാതെ തന്നെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണേ. നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. കണ്ടോ, നല്ല കളറിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ആവശ്യമെങ്കിൽ മാത്രം വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ഒന്നും കൂടെ ടേസ്റ്റ്. ഇപ്പോൾ വെളിച്ചെണ്ണ എല്ലാം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കടുകിട്ട് പൊട്ടിക്കാം.
കടുകല്ല ഇപ്പോൾ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവെല്ലാം ഇപ്പോൾ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് 3-4 ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം വറ്റൽ മുളകും കരിവേപ്പിലയും ഒരല്പം മാത്രം മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു കളറിന് വേണ്ടി മാത്രമാണ് മുളക് പൊടി ആഡ് ചെയ്യുന്നത്. വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. മുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് ഒരു നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കറിയെല്ലാം ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് തിക്കുമല്ല, എന്നാൽ നല്ല ലൂസും അല്ലാത്ത രീതിയിലാണ് നമുക്ക് മോരുകറി കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് മൂപ്പിച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഇതിൻ്റെ ആ ഒരു മണം എല്ലാം കറിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു കറിക്ക്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒത്തിരി അങ്ങ് തിക്കുമല്ല, എന്നാൽ നല്ലതുപോലെ ലൂസും അല്ലാത്ത രീതിയിലാണ് കേട്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ചോറിൻ്റെ കൂടെ എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ മോരുകറിയുടെ റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്